യെസ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇത് മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എങ്ങനെ നമ്മളെ തന്നെ ഡിജിറ്റൽ അവതാർ ഉണ്ടാക്കാം ഒരു ഹേജൻ വെച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ബാക്കിയായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഞാൻ ആക്ച്വലി ഒരു എക്സ്പെരിമെൻറ്റ് റൺ ചെയ്ത് നോക്കി. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വന്നതെന്നൊക്കെ കാര്യങ്ങളൊന്ന് പറയാനായിരുന്നു. അതിൻ്റെ തോട്ട് പ്രോസസ്സും പറഞ്ഞുതരാം. ലൈക്ക് എങ്ങനെയാണ് നമുക്കൊരു കണ്ടന്റ് റൈറ്ററോ ഒരു വീഡിയോഗ്രാഫറിൻ്റെ സഹായം ഇല്ലാതെ നമുക്കൊരു ഫേസ്ബുക്ക് ആഡ് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബേസിക്കലി എനിക്കുള്ളൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു CRM ലോഞ്ച് ചെയ്തായിരുന്നു. ഒരു സോഫ്റ്റ്വെയർ സർവീസാണ് CRM. അതിന് എനിക്കൊന്ന് ഫേസ്ബുക്കിൽ ആഡ് വിട്ടിട്ട് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണമായിരുന്നു, എത്ര പേര് കൺവേർട്ട് ആവും എന്നുള്ള കാര്യമൊക്കെ. ട്രഡീഷണലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആ ബ്രീഫ് കണ്ടന്റ് റൈറ്ററിന് കൊടുക്കണം. ആ കണ്ടന്റ് റൈറ്റർ എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് എഴുതി തരണം. അത് ചിലപ്പം വർക്കാവോ ഇല്ലയോ എന്ന് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ച് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അത് ഞാൻ ശരിക്കും ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് റൺ ചെയ്ത് നോക്കണം. തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യണം. ഇതായിരിക്കുമല്ലോ ഫ്ലോ. സോ അതിന് പകരം നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് വലിയ ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നില്ല, പക്ഷേ GPT-5 എടുത്തു. GPT-5 എടുത്തിട്ട് ഈ CRMൻ്റെ സ്പെഷ്യലായിട്ടുള്ള USPs പറഞ്ഞു കൊടുത്തു. അതായത് ഈ വാട്സാപ്പിൽ ഓട്ടോമാറ്റിക്കലി AI റിപ്ലൈ ചെയ്യും, നമുക്കിതിൻ്റെ പൈപ്പ് ലൈൻസ് വ്യൂ ചെയ്യാൻ പറ്റും, നമുക്ക് ഓട്ടോമേഷൻ ഉണ്ട്, ഇങ്ങനത്തെ കുറേ USPs ഞാൻ GPT-യോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആക്ട് ആസ് എ 7-year experienced or 10-year experienced Meta ads expert and give me a Meta ads script less than 40 seconds in which only a presenter is just presenting in front of a camera. അതായത് 10 വർഷം മെറ്റ ആഡ്സിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആൾ എന്ന നിലയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതണം, വിച്ച് ഇസ് ഒരു 40 സെക്കൻഡ്സിന് താഴെ ആയിരിക്കുന്ന സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു, എനിക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഇച്ചിരി ആംഗിൾസ് തരണം. റൈറ്റ്, ഒരു 10 ആംഗിൾസ് തരണം. ആ ആംഗിൾസിന് ഒരു ടേബിളിൽ വേണം ആംഗിൾസ് തരാൻ. അതായത് എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് വേണ്ട, ആദ്യം എനിക്കൊരു 10 ഐഡിയാസ് ഏത് ആംഗിളിലായിരിക്കും നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഈ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള മെറ്റാ എക്സ്പേർട്ട് ഈ CRMൻ്റെ ഏത് കാര്യങ്ങളായിരിക്കും എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ആംഗിൾസ് മാത്രം തരാൻ ഒരു ടേബിൾ തരാൻ ഞാൻ എപ്പോഴും പറയുന്നത്. CRMൻ്റെ USPsഉം GPT-ക്ക് അറിയാം. ഇതൊരു എക്സ്പേർട്ടായിട്ടുള്ള മെറ്റാ ആഡ്സ് എക്സ്പേർട്ടും അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എല്ലാം അറിയാം. 40 സെക്കൻഡ് താഴെ വേണ്ടതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എനിക്കൊരു ടേബിളിൽ ഇങ്ങനെ ഒരു 10 ആഡ് ആംഗിൾസ് വരും. ഒരെണ്ണത്തിൽ പറയും ഇതൊരു AI പവേർഡ് ആയിട്ടുള്ള CRM ആണെന്ന് പറയുന്നു. ഒരെണ്ണത്തിൽ പറയുന്നത് 24/7 ആക്റ്റീവായിട്ടുള്ള സെയിൽസ്മെനെ നിങ്ങൾക്ക് വേണോ, വേറൊരിടത്ത് പറയുന്നത് AI എംപ്ലോയിനെ നിങ്ങൾക്ക് വേണോ, വേറൊരിടത്ത് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ഷീറ്റ് ആണോ എപ്പോഴും ഉപയോഗിക്കുന്നത്, CRM നല്ലതായിരിക്കും. അങ്ങനെ എനിക്കൊരു ഡിഫറെൻറ്റ് 10 രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവൻ സ്ക്രിപ്റ്റ് ഇല്ല, ആംഗിൾസ് തന്നു. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ എനിക്കൊരു സ്കോറും വേണം. ലൈക്ക് ഇതിൻ്റെ ഇങ്ങനെ ഈ ഒരു ആംഗിൾസ് ഉപയോഗിച്ച് എത്ര നല്ല ഹുക്സ് കിട്ടുമെന്ന്. അതായത് ഈ ഹുക്സ് ആണല്ലോ എന്ത് ആദ്യം പറയുന്നതിന് അങ്ങനെ അനുസരിച്ചാണല്ലോ നമുക്ക് ആഡിന് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഹുക്സും ഒന്ന് എഴുതി തരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ആംഗിളാണ്. അപ്പോൾ ഒരു ഹുക്ക് എഴുതിയിട്ടുണ്ട്, വാട്ട് ഇഫ് യു ഹാഡ് എ 24/7 സെയിൽസ്മാൻ, വാട്ട് ഇഫ് യു ഹയർഡ് എ AI എംപ്ലോയി. ഇങ്ങനത്തെ ഒരു സാമ്പിൾ ഹുക്സും എനിക്ക് തന്നു. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 10ൽ സ്കോറും തരാൻ. ഇതിൽ ഏതായിരിക്കും ഏറ്റവും നല്ലതായിട്ട് എഫക്റ്റീവായിട്ട് വരാനുള്ള രീതിയിൽ 10ൽ സ്കോർ തരാനും പറഞ്ഞു. കാരണം 10 ആഡ് ആംഗിൾസ് തന്നിട്ടുണ്ട്, 10 ഹുക്ക് തന്നിട്ടുണ്ട്. ഇനി എനിക്കിതിൻ്റെ ഒരു സ്കോറിങ്ങും വേണം. അപ്പം അതും ChatGPT ചിലതിന് 8 കൊടുത്തു, ചിലതിന് 7 കൊടുത്തു, ചിലതിന് 9 കൊടുത്തു, ചിലതിന് 6 കൊടുത്തു. അങ്ങനെ അതിൻ്റെ റീസണിങ്ങും വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ എനിക്ക് 9 കൊടുത്തത്, അപ്പം അതായത് ChatGPT അനുസരിച്ച് ഇത് നല്ല ഹുക്കാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. വേറെ ഒരെണ്ണത്തിന് 9 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇൻറ്റ്യൂഷൻ, എൻ്റെ എക്സ്പെർട്ടൈസും കൂടെ വെച്ചിട്ട് അതിലൊരെണ്ണം ഞാൻ പിക്ക് ചെയ്തു. എനിക്ക് ഈ AI എംപ്ലോയി എന്ന് പറഞ്ഞ ഒരു ആംഗിളാണ് എനിക്കും കൺവിൻസ്ഡ്, ChatGPTയും കൺവിൻസ്ഡ്. സോ ഇങ്ങനെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് ചിലപ്പം സാധാരണ ആൾക്കാർ ചെയ്യുന്നില്ലായിരിക്കും. ടേബിൾ ഉപയോഗിച്ച് 10 ഡിഫറെൻറ്റ് കാര്യങ്ങളോ, ഇപ്പം ജസ്റ്റ് ഒരു 2-3 മിനിറ്റിൽ എനിക്ക് 10 ഡിഫറെൻറ്റ് ആംഗിൾസും അതിൽ ഏതായിരിക്കും നല്ലതെന്നുള്ളത് എൻ്റെ ഇൻറ്റ്യൂഷനും ChatGPT ഡാറ്റയും കൂടെ വെച്ചിട്ട് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ അത് പിക്ക് ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ട് ഈ ഹുക്ക് വെച്ചിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് തരാൻ പറയും. 40 സെക്കൻഡ് താഴെ പ്രസൻറ്റർ സംസാരിക്കുന്ന ഇതിൽ വേറൊരു 2 പേര് സംസാരിക്കുന്ന പോലെ ഒരു സീനറിയോ അതൊന്നും പാടില്ല. പ്രസൻറ്റർ ഡയറക്റ്റ് ക്യാമറ നോക്കി സംസാരിക്കുന്ന പോലത്തെ ഒരു സ്ക്രിപ്റ്റ് തരാൻ പറഞ്ഞു. അപ്പോൾ ChatGPT എനിക്കൊരു സ്ക്രിപ്റ്റ് തന്നു. അത് ഞാൻ നോക്കി ഇച്ചിരി എഡിറ്റ്സ് ഒക്കെ ഉണ്ട്, ഞാൻ ChatGPT കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഞാൻ ആദ്യത്തെ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് പോയിട്ട് നമ്മൾ ശരിക്കുള്ള വീഡിയോ എടുത്തു. ഞാൻ തന്നെ നിന്ന് പ്രസൻറ്റ് ചെയ്യുന്നു. ഈ സ്ക്രിപ്റ്റ് ഒരു 40 സെക്കൻഡ് പ്രസൻറ്റ് ചെയ്യുന്നു. അത് ഞാൻ വീഡിയോ എഡിറ്ററിന് കൊടുത്തു. പിന്നെ ഞാൻ നേരെ ചെന്നിട്ട് ഹേജൻ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ സൈനപ്പ് ചെയ്തിട്ട് അവിടെ ഞാൻ എൻ്റെ ഡിജിറ്റൽ അവതാർ ഉണ്ടായിരുന്നു. എൻ്റെ അവതാർ സാധനം കൊടുത്തിട്ട് അതിൻ്റെ AIനെ ട്രെയിൻ ചെയ്തിട്ട് എൻ്റെ വീഡിയോ സ്ക്രിപ്റ്റ് കൊടുത്താൽ ഞാൻ പറയുന്ന പോലെ തന്നെ വരും. അപ്പം ഈ സ്ക്രിപ്റ്റ് എടുത്തിട്ട് നേരെ AI അവതാറിന് കൊടുത്തു. അവതാറിനെ കൊണ്ടും
ഒരു വീഡിയോ ഔട്ട് എടുപ്പിച്ചു. അപ്പോൾ എനിക്ക് 2 വീഡിയോ ഉണ്ട്. ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ, റിയൽ ലൈഫിൽ ഷൂട്ട് ചെയ്ത വീഡിയോ, ഞാൻ എ അവതാർ വെച്ച് ചെയ്ത വീഡിയോ. ആ 2 വീഡിയോ വേണമെങ്കിൽ ഞാനിപ്പം ഇവിടെ കാണിക്കാം. ഇതാണ് real life video. Imagine having a salesperson who never sleeps, replies instantly, follows up like clockwork, and handles 10 plus leads at a time. That's exactly what BlueFunnel does. It's like your top sales rep but powered by AI. Whether it's 2 p.m. or 2 a.m., leads get a reply, demos gets booked while you're chilling and sleeping. No more "we missed your leads" excuses. BlueFunnel is your 24/7 sales machine. Use it now or your competition will. Book a demo now. ഇതാണ് AI വെച്ച് ചെയ്ത വീഡിയോ. Imagine having a salesperson who never sleeps, replies instantly, handles 10 leads at once, and follows up like clockwork. That's exactly what BlueFunnel does. It's like your top sales rep, but powered by AI. Whether it's 2 p.m. or 2 a.m., leads get a reply. Demos get booked, deals move forward. While you're chilling or sleeping, no more "we missed the lead" excuses. BlueFunnel is your 24/7 sales machine. If you're not using it yet, your competition will. Try it now. എന്നിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 1000 രൂപയ്ക്ക് ബൂസ്റ്റ് ചെയ്തു. അതായത് റിയൽ ലൈഫിൽ ചെയ്ത വീഡിയോ 1000 രൂപ ബൂസ്റ്റ് ചെയ്തു. AI വെച്ച് ചെയ്ത വീഡിയോ 1000 രൂപയ്ക്ക് ബൂസ്റ്റ് ചെയ്തു ലീഡ് ജനറേഷന് വേണ്ടി. എന്നിട്ട് ഞാൻ 2 ദിവസം റൺ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിതിന് ഔട്ട്കം അറിയണമല്ലോ. ഔട്ട്കം അറിയാൻ വേണ്ടി കോസ്റ്റ് പെർ ലീഡ് ആണ്. ഓൾമോസ്റ്റ് രണ്ടിനും എക്സാക്ട് സെയിം എമൗണ്ട് ഓഫ് റുപ്പീസ് സ്പെൻഡായി. എന്നിട്ട് കോസ്റ്റ് പെർ ലീഡ് ഞാൻ നോക്കിയപ്പോൾ മറ്റേ റിയൽ ലൈഫിൽ ഞാൻ ചെയ്ത ആളെ വെച്ച് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് കോസ്റ്റ് പെർ റിസൾട്ട് 85 റുപ്പീസ് ആയിരുന്നു. AI വെച്ച് ചെയ്ത വീഡിയോയ്ക്ക് എനിക്ക് കോസ്റ്റ് പെർ റിസൾട്ട് 49 റുപ്പീസേ ഉള്ളായിരുന്നു. അതായത് ഓൾമോസ്റ്റ് 50% കുറവായിരുന്നു AI വെച്ച് ചെയ്ത വീഡിയോയ്ക്ക്. ഇത് എപ്പോഴും കറക്റ്റായിട്ട് വരണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു സിനാറിയോയിൽ ഞാൻ സെയിം ഡ്രസ്സാണ് ഇട്ടിരുന്നത്, ഒരുമാതിരി സെയിം പ്ലാറ്റ്ഫോമിലാണ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരുമാതിരി സെയിം ആയിരുന്നു. പക്ഷേ എൻ്റെ പ്രൊനൗൺസിയേഷൻ, ഞാൻ ഇത് ഇംഗ്ലീഷിലാണ് ചെയ്തത്. ചിലപ്പോൾ അപ്പം എൻ്റെ AIയുടെ പ്രൊനൗൺസിയേഷൻ, എന്നെ അറിയാത്തവർക്ക് എൻ്റെ AIയുടെ പ്രൊനൗൺസിയേഷൻ ഇച്ചിരി ബെറ്റർ ആയതുകൊണ്ടായിരിക്കും ചിലപ്പം എനിക്ക് കോസ്റ്റ് പെർ ലീഡ് കുറവ്. ഇത് ഞാൻ ഇപ്പം ഒരു സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ മലയാളി ആയതുകൊണ്ട് ഇംഗ്ലീഷ് പറയുമ്പം കറക്റ്റായിട്ട് വരത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫക്റ്റ് ചിലപ്പം ശരിക്കുള്ള വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഇതൊരു ഡിസൈസീവ് ആയിട്ടല്ല, ഞാൻ വേറെ വീഡിയോ ചെയ്തപ്പം റിയൽ വീഡിയോയ്ക്ക് പെർഫോമൻസ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്ങാനും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, പക്ഷേ എനിക്കിനി അടുത്ത ആംഗിൾ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാതെ എൻ്റെ AI വീഡിയോനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു 10 വീഡിയോ വേണമെങ്കിൽ എനിക്ക് ഉണ്ടാക്കി റൺ ചെയ്ത് നോക്കാൻ പറ്റും ഡിഫറെൻറ്റ് ആംഗിൾസ് വെച്ചിട്ട്. അതിൽ 49 താഴ്ന്ന് കിട്ടുന്ന ഹുക്കോ ആംഗിൾസോ ഒക്കെ ടെസ്റ്റ് ഔട്ട് ചെയ്യാനും പറ്റും വിത്തൗട്ട് ആക്ച്വലി ഒരു വീഡിയോ എടുത്ത് ആ ഒരു കഷ്ടപ്പാടിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് വീട്ടിൽ പോയിരിക്കുമ്പോൾ സമയം കിട്ടുമ്പോൾ എനിക്ക് വേണമെങ്കിൽ വേറൊരു സ്ക്രിപ്റ്റ് ChatGPT കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നു, അവതാറിനെ കൊണ്ട് ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു 10 ഉണ്ടാക്കി എനിക്ക് റൺ ചെയ്ത് നോക്കാൻ പറ്റും. അതാണ് ഈ ഒരു AI പവർഡ് അവതാർ ക്രിയേഷൻ്റെ ഒരു ബെനിഫിറ്റ്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അക്കാഡമിയിൽ പഠിപ്പിക്കുന്നുണ്ട്. സോ അക്കാഡമിയുടെ അടുത്ത ഓഫ്ലൈൻ ബാച്ചിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, bluestickacademy.com അല്ലെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ബാച്ചിൽ കയറാം. താങ്ക് യു.